ഹലോ, നൈപുണ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വളവും പരിചയപ്പെടുത്തി തരാൻ പോകുന്നില്ല. ഒരു ബ്രാൻഡിൻ്റെ പേര് പോലും പറയാൻ പോകുന്നില്ല. പകരം നിങ്ങളുടെ ചെടിയുടെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് അതിന് ഇപ്പോൾ ഏത് മൂലകമാണ് ആവശ്യമെന്ന് നിങ്ങൾ സ്വയം എങ്ങനെ തിരിച്ചറിയുമെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു ചെടിയുടെ ഓരോ വളർച്ചാഘട്ടത്തിലും ഓരോ പ്രതിസന്ധിയിലും കൃത്യമായി ഏത് ഘടകം അടങ്ങിയ വളമാണ് നൽകേണ്ടതെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനുള്ളതാണ്. അപ്പോൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒരു ചെടി വളരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാരി വലിച്ച് വളങ്ങളൊന്നും വാങ്ങിക്കൂട്ടേണ്ട ഒരു കാര്യമില്ല. ആദ്യം കൃത്യമായിട്ട് ആ ചെടീനെ നിരീക്ഷിച്ച് അതിന് എന്തൊക്കെ വളങ്ങൾ നൽകാം, എന്തൊക്കെ മൂലകങ്ങളാണ് ഇപ്പോൾ ആവശ്യമെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആദ്യം പറയാൻ പോകുന്നത് ഫോസ്ഫറസിനെ കുറിച്ചിട്ടാണ്. ഏതൊരു ചെടിക്കും നല്ല ശക്തമായിട്ടുള്ള അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ ആ ചെടി നല്ല ഗ്രോത്തായിട്ട് വളരുകയുള്ളൂ. ചെടിയുടെ അടിത്തറ എന്ന് പറയുന്നത് ചെടിയുടെ വേരുകൾ തന്നെയാണ്. വേരുകൾ നല്ല മണ്ണിലേക്കൊക്കെ ആഴ്ന്ന് ഇറങ്ങി പടർന്ന് നല്ല രീതിയിൽ വളരാനായിട്ട്, നല്ല ബലത്തോടു കൂടി വളരാനായിട്ട് ഫോസ്ഫറസ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഒരു പ്ലാന്റ് നട്ടു കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ റീപോർട്ടിങ് ചെയ്യുമ്പോഴും മണ്ണിലേക്ക് ഫോസ്ഫറസ് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. എങ്കിൽ മാത്രമേ നല്ല ശക്തിയുള്ള വേരുകളുണ്ടെങ്കിൽ മാത്രമേ ഒരു ചെടിക്ക് മറ്റ് ഏത് വളങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അതിനത് വലിച്ചെടുത്ത് നല്ല രീതിയിൽ വളരാനായിട്ട് സാധിക്കുള്ളൂ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് നൈട്രജൻ. ചെടിയുടെ ഒരു വളർച്ച ആരംഭിക്കുമ്പോൾ മുതൽ നമുക്ക് ചെടിക്ക് ആവശ്യമുള്ളതാണ് നൈട്രജൻ. ചെടി നല്ല പച്ചയായിട്ട് നിൽക്കാനും അതുപോലെ തന്നെ ഒരുപാട് ശാഖകളൊക്കെ വരാനുമായിട്ട് നൈട്രജൻ വളരെ അത്യാവശ്യമാണ്. ചെടികൾ നട്ടു കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ പ്രൂണിങ് കഴിഞ്ഞതിനൊക്കെ ശേഷം ഈ നൈട്രജൻ വളരെ അത്യാവശ്യമാണ് ചെടികൾക്ക്. നമ്മൾ കണ്ടിട്ടില്ലേ, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ചെടികൾ പെട്ടെന്ന് പൊടിപ്പും നല്ല ഉഷാറായിട്ട് നല്ല പച്ച നിറത്തിലൊക്കെ വന്ന് നിൽക്കുന്നത് അത് മഴയിലൂടെ ആ ചെടിക്ക് നൈട്രജൻ കിട്ടുമ്പോഴാണ്. അപ്പോൾ അതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് ചെടി നല്ല പച്ച വിരിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നൈട്രജൻ വളരെ അത്യാവശ്യമാണ്. നൈട്രജൻ നമ്മൾ ചെടികൾക്ക് നൽകേണ്ട സമയത്ത് തന്നെ തീർച്ചയായിട്ടും കൊടുക്കുക. അടുത്തത് പൊട്ടാസ്യത്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ബൊഗെയിൻവില്ല ചെടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂലകം പൊട്ടാസ്യം തന്നെയാണ്. ബൊഗെയിൻവില്ല എന്ന് മാത്രമല്ല, പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്ക് പൊട്ടാസ്യം ആവശ്യമാണ്. പൂക്കൾ നിറഞ്ഞു നിൽക്കാനും അതുപോലെ തന്നെ വിരിഞ്ഞ പൂക്കൾ കുറേ ദിവസം നിൽക്കാനും ചെടിയുടെ നല്ലൊരു പ്രതിരോധ ശക്തിക്കും ഒക്കെ പൊട്ടാസ്യം അത്യാവശ്യമാണ്. പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നഴ്സറിയിൽ നിന്നൊക്കെ നിറയെ പൂക്കളുണ്ടാകുന്ന ചെടി കൊണ്ടുപോയതാണ്, അവിടെ തന്നെ നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിന്നിരുന്നത്, പിന്നെ വീട്ടിലൊക്കെ കൊണ്ടുവച്ചു, പിന്നെ ആ പൂക്കൾ കൊഴിഞ്ഞു പോയി, അടുത്ത പൂക്കൾ വന്നേ ഇല്ല, പിന്നെ അല്ലെങ്കിൽ അടുത്ത ഒരു സീസൺ ടൈമിൽ പൂക്കൾ വിരിഞ്ഞില്ല എന്നൊക്കെ. അത് പൊട്ടാസ്യത്തിൻ്റെ ഒരു കുറവ് കൊണ്ടാണ്. അപ്പോൾ പൂക്കൾ നന്നായിട്ട് വിരിയാൻ ഒരുവിധം പ്ലാന്റ് പൂക്കളാവാൻ ആരംഭിക്കാറായി, ചെടി നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് പൂക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ടൈമിൽ നമ്മൾ പൊട്ടാസ്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് ഞാൻ സൾഫറിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ബൊഗെയിൻവില്ല ചെടികൾ എന്ന് പറഞ്ഞാൽ പൂക്കൾ കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള പ്ലാന്റാണ്. പല നിറത്തിലുള്ള പൂക്കൾ, ആ നിറങ്ങൾ ഭയങ്കര ഭംഗിയായിട്ട് എപ്പോഴും മനോഹരമായിട്ട് ബ്രൈറ്റൊക്കെ ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ സൾഫർ അത്യാവശ്യമാണ്. അപ്പോൾ ഈ മൂലകം ബൊഗെയിൻവില്ലയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ മണ്ണിൻ്റെ ഒരു pH ഒക്കെ നിലനിർത്താനായിട്ടും സൾഫർ വളരെ ഉപകാരപ്പെട്ട ഒന്ന് തന്നെയാണ്. അടുത്തത് ചെടിക്ക് ആവശ്യമായിട്ടുള്ളത് കാൽസ്യമാണ്. കാൽസ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെടി നല്ല സ്ട്രോങ് ആയിട്ട് കരുത്തോട് കൂടിയിട്ട് വളരുള്ളൂ. കോശങ്ങളൊക്കെ നല്ല സ്ട്രെങ്ത് ആയിട്ട് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാൽസ്യം അത്യാവശ്യമാണ്. ചെടി തീരെ ഉഷാറില്ല, നമുക്ക് നല്ല പച്ച നിറത്തിൽ നല്ല സ്ട്രെങ്ത്തോട് കൂടിയിട്ട് നിൽക്കുന്ന ചെടികളാണ് നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവുക. അപ്പോൾ ചെടി മഞ്ഞളിച്ച് നിൽക്കുന്നത് കണ്ടാൽ എന്തായാലും മഗ്നീഷ്യത്തിൻ്റെ ഒരു കുറവാണെന്ന് മനസ്സിലാക്കാം. ഒരു ചെടിക്ക് അതിൻ്റെ ഓരോ സാഹചര്യം നോക്കിയിട്ട് അതിന് കൃത്യമായ സമയങ്ങളിൽ ഈ മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുത്താൽ മാത്രം പോരാ. ഒരു ചെടി വളരണമെങ്കിൽ അതിന് അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് സൗകര്യങ്ങളും കൂടെ വേണം. അത് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചെടി കൃത്യമായിട്ടുള്ള രീതിയിൽ വളരില്ല. അതായത് സൂര്യപ്രകാശം കിട്ടണം. അത് ഡെയിലി ഒരു 5 തൊട്ട് 6 മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു നല്ല സ്ഥലത്തായിരിക്കണം പ്ലാന്റ് ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ വായു സഞ്ചാരമുള്ള നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. ഭയങ്കര ഹാർഡായിട്ട് കട്ടി പിടിച്ചിട്ടിരിക്കുക, അല്ലെങ്കിൽ നല്ലൊരു പോട്ടിംഗ് മിക്സ് കൊടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വേരുകൾ വളരാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അതും കൃത്യമായിട്ടുള്ള ഒരു മണ്ണ് കൊടുക്കണം. അതുപോലെ തന്നെയാണ് ചെടി നനയ്ക്കുന്ന കാര്യത്തിലും ഓവറായിട്ടുള്ള വാട്ടറിങ് നൽകാണ്ടിരിക്കുക. നമ്മൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചു, അതിന് നനവില്ലെങ്കിൽ വരണ്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ മാത്രം നമ്മൾ അടുത്ത ദിവസം വെള്ളം ഒഴിക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. ഡ്രെയിനേജ് ഹോളൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിലാണോ എന്ന് കൂടെ നമ്മൾ നോക്കേണ്ടതാണ്. ഓരോ ചെടിക്കും ഓരോ സാഹചര്യത്തിലും ഓരോ സമയങ്ങളിലും കൊടുക്കേണ്ട മൂലകങ്ങളാണിപ്പോൾ ഇതെല്ലാം പറഞ്ഞത്. അപ്പോൾ ഒരു ചെടിയുടെ വളർച്ചയ്ക്കും വേരിൻ്റെ വളർച്ചയ്ക്കും പൂവിടാനായിട്ടും ചെടിയുടെ ഹെൽത്തിനൊക്കെ ആയിട്ട് വ്യത്യസ്ത മൂലകങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി നിങ്ങളുടെ ചെടിക്ക് ഏത് സമയത്ത് ഏതാ വേണ്ടതെന്ന് നിങ്ങൾക്ക് കണ്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിനാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങളുടെ ചെടിക്ക് ഇപ്പോൾ ഏത് വേണം. അതുപോലെ തന്നെയാണ് രാസവളവും ജൈവവളവും ഉണ്ട് ഇതൊക്കെ അടങ്ങുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് ഏത് വേണമെന്ന് തീരുമാനിച്ച് നിങ്ങളുടെ ചെടിയെ നല്ല ഉഷാറായിട്ട് തന്നെ വളർത്താൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.